പോലീസിൽ നിന്നും നീതി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച യുവതിയുടെ നിരാഹാര സമരം. തൃശൂർ മനക്കുടി സ്വദേശി ഷീജയാണ് കഴിഞ്ഞ 4 ദിവസമായി നിരാഹാര സമരം നടത്തുന്നത്. സ്വന്തം ഭൂമി കയ്യേറി ചിലർ പാർക്കിംഗ് ഗ്രൗണ്ട് സ്ഥാപിച്ചെന്നും വരുമാനമാർഗമായ തട്ടുകട പൊളിച്ചു നീക്കിയെന്നുമാണ് ഷീജയുടെ പരാതി. കുട്ടനെല്ലൂർ സെന്ററിനടുത്ത് കീർത്തി ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ കഴിഞ്ഞ 4 ദിവസത്തിലേറെയായി ഷീജ നിരാഹാരം ആരംഭിച്ചിട്ട്. സ്വന്തം പേരിലുള്ള ഭൂമിയിൽ ചിലർ അതിക്രമിച്ചു കയറി മതിൽ തകർത്തുവെന്നും ഉപജീവനമാർഗമായ പായസക്കട തകർത്തെന്നുമാണ് ആരോപണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഷീജയും ഭർത്താവ് പ്രദീപും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ സിവിൽ കേസാണെന്ന് പറഞ്ഞ് മടക്കി അയച്ചു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചില്ലെന്നും ഷീജ പറയുന്നു. ഇതോടെയാണ് നീതി തേടി ഇവർ സമരം ആരംഭിച്ചത്. എനിക്ക് നീതി കിട്ടണം സാറേ, എനിക്ക് ന്യായം കിട്ടണം, എനിക്ക് ജീവിക്കണം. സ്വന്തം സ്ഥലത്താണ് ഞാൻ ഇതൊക്കെ ആവശ്യപ്പെടുന്നത്. വേറെ ഒരാളുടെയും ഒരു ഭൂമിയിലോ പൊതുമുതൽ കയ്യേറിയിട്ടോ അല്ല ഞാൻ എൻ്റെ സംരക്ഷണം ആവശ്യപ്പെടുന്നത്. എൻ്റെ സ്വന്തം പേരിലുള്ള സ്ഥലത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പാട് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. 14 വർഷം മുൻപാണ് കുട്ടനെല്ലൂർ സെന്ററിനോട് ചേർന്ന് ഷീജ 2 സെന്റ് ഭൂമി വാങ്ങിയത്. കുറച്ച് വർഷങ്ങൾക്കകം തന്നെ ഈ സ്ഥലത്തോട് ചേർന്നുള്ള സഹോദരന്റെ ഭൂമിയിൽ ആരംഭിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചിലർ വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ചു. പിന്നീട് കാട് പിടിച്ചു കിടന്ന സ്ഥലം സ്വകാര്യ ആവശ്യത്തിനായി പണയപ്പെടുത്തി ലോൺ എടുത്തെന്നും പ്രതിസന്ധിയെ തുടർന്ന് ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയെന്നുമാണ് ഷീജ പറയുന്നത്. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളില്ലാതായതോടെയാണ് ഇവിടെ കാട് വെട്ടിത്തെളിച്ചതും പായസ കച്ചവടം തുടങ്ങിയതും. ഇതിനിടയിൽ ഭൂമി വാങ്ങാനെന്ന പേരിൽ പലരും സമീപിച്ചു, എന്നാൽ വിൽക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഡിസംബർ 13-ന് കയ്യേറ്റവും അതിക്രമവും ഉണ്ടായതെന്നാണ് ഷീജയും ഭർത്താവും പറയുന്നത്. 13-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ ഏകദേശം ഒരു 3 മണിയോടടുത്ത് ഇവര് JCB കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ ഈ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഫോട്ടോ, അതിൽ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ തകർത്തിട്ട് അപ്പോഴേക്കും ഞാൻ താമസിക്കുന്നത് മനക്കൊടിയിലാണ്. എൻ്റെ സഹോദരൻ ഇവിടെ എത്തുകയും തടയുകയും ചെയ്ത് പോലീസിനെ വിളിച്ചു. ഒല്ലൂർ പോലീസിനെ വിളിച്ച് അവർ വന്നു. അവർ പറഞ്ഞെല്ലാം നിർത്തിവെക്കാൻ പറഞ്ഞു. JCBക്കാരൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും എടുത്തിട്ടുണ്ട്. അവരുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്. ഇത്രയും വലിയ അക്രമം ചെയ്തിട്ടും ഇത്രയും വലിയ ഗുണ്ടായിസം കാണിച്ചിട്ടും എത്ര സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഇപ്പം അതിരിക്കണമെന്നറിയോ? അതേസമയം ഷീജയും ഭർത്താവും പറയുന്നത് കളവാണെന്നാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വ്യാപാരം നടത്തുന്നവരിൽ ചിലർ പറയുന്നത്. തങ്ങൾ കടമുറികൾ വാങ്ങുമ്പോൾ തർക്കസ്ഥലം പാർക്കിംഗ് ഗ്രൗണ്ടായി ഉപയോഗിക്കുന്നതിന് രേഖാമൂലം തന്നെ ഷീജയുടെ സഹോദരൻ അനുമതി നൽകിയിരുന്നു. ഈ രേഖകൾ അടക്കം കാട്ടി കോടതിയെ സമീപിച്ചതോടെ ഭൂമി ഉപയോഗിക്കാൻ തങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികളുടെ വിശദീകരണം. ന്യൂസ് മലയാളം, തൃശൂർ.